Watch full episodes on Jio Hotstar. ഇവനാണ് എന്റെ ദേഹത്ത് വന്ന് ഇടിച്ചത്. ഇവന്റെ റൂം നമ്പർ എന്താണ്? സർ, റൂം നമ്പർ 101, ഫസ്റ്റ് ഫ്ലോർ. യെസ്, വേഗം പോകാം. എങ്ങനെയോ നമ്മൾ ഇവിടെ എത്തി. ലോക്കറ്റ് എടുത്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയേ പറ്റൂ. അദ്ദേഹത്തിന്റെ ആളുകൾ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരും. എല്ലാ സ്ഥലത്തും തെരയോ, ഒരിക്കലും വിടരുത്. ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വേറെ നമുക്ക് ഇവിടുന്ന് പോകാം. നമുക്ക് പൗച്ച് കിട്ടി. ഇവരാരാ? നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ എന്താണ് ചെയ്യുന്നതെന്ന് പറ. സോറി മോട്ടു, എന്നെ കൊണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായല്ലേ. എന്റെ പൗച്ച് നിങ്ങളുടെ അടുത്ത് മാറിപ്പോയതാണ് ഇത്രയും അധികം പ്രശ്നം. ആ പൗച്ച് നിങ്ങളുടെ ആ ടേബിളിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. എന്റെ പൗച്ച് എടുത്ത് ഞങ്ങൾ പോവുകയാണ്. ഓക്കെ പൗച്ച് നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോളൂ. പക്ഷേ അതിനകത്തൊരു ലോക്കറ്റ് ഉണ്ട്. അത് തിരിച്ചു തന്നേക്ക്. കാരണം അതിൽ ഡെവിൾസ് ഹാർട്ടിന്റെ മാപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഓ സോറി, ആ ലോക്കറ്റിൽ ഒന്നുമില്ല. അതൊരാളുടെ അടയാളോ. ഇതിന്റെ അടുത്ത് മാപ്പ് ഉണ്ടെന്നോ? ലോക്കറ്റ് ആണല്ലോ ഉള്ളത്. അപ്പൊ 4 പീസ് നമ്മളുടെ അടുത്താണ് ഉള്ളത്. മാപ്പിന്റെ 3 കഷ്ണം ഇതിന്റെ അകത്തായിരുന്നു. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. കൂട്ടുകാരെ, വരൂ ഓടിയേക്കാം. അതെ, എല്ലാരെയും പിടിക്കോ. ആരും ആ പൗച്ച് എടുക്കാൻ പാടില്ല. ചേട്ടാ, ഇത് പെട്ടെന്ന് പിടിക്കേ. അതല്ല, ഇത് പിടിക്കാം. ഇത് അവനെ പിടിക്കൂ. മാപ്പ് അവന്റെ അടുത്ത് നിന്ന് വാങ്ങൂ. മോട്ടു, നീ പൗച്ച് മാറ്റിയെടുത്തുകൊണ്ട് പോവുകയാണ്. നീ ആ പൗച്ച് എന്റെ അടുത്ത് തന്നിട്ട് പോ. ഓ, അങ്ങനെയായിരുന്നു. താങ്ക് യു ചേട്ടാ. ഇതാ ചേട്ടന്റെ പൗച്ച് പിടിച്ചോളൂ. താങ്ക്സ് മോട്ടു. ബൈ ബൈ. ബൈ ബൈ. നീ എന്ത് പണിയെ കാണിച്ചത്? സെൻസായി ഗോറില്ലയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഒരു പ്രാവശ്യം പിടിക്കപ്പെട്ട പിന്നെ ഒരിക്കലും പുറത്തു പോകാൻ പറ്റുകയില്ല. എല്ലാവരും വേഗം വരും, ഇവിടുന്ന് രക്ഷപ്പെടാം. കള്ളന്മാർ ആ ഭാഗത്താണ്. നമുക്ക് അങ്ങോട്ട് പോകാം. പൊളിച്ചെടുത്തല്ലോ. വേഗം മോട്ടോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. നമ്മളെ കൊണ്ട് ഓടാൻ പറ്റില്ല. അവന്റെ അടുത്ത് മാപ്പിന് 4 കഷ്ണങ്ങളുണ്ട്. അവൻ ഡെവിൽ ആർഷിനെ തിരയാൻ തീർച്ചയായും പോകും. നമ്മൾ അവനെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തായി പറയുന്നേ? എന്റെ ചഗ്ഗേന്റെ ബ്രോ, നമുക്ക് എങ്ങനെ അവനെ തടഞ്ഞു നിർത്താനാവും? ഈ ഐലൻഡിലേക്ക് വരാനും പോകാനും ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഈ ജെട്ടി. നമുക്ക് അവന്റെ ഒவ்வொരു മൂവ്മെന്റും നിരീക്ഷണം ചെയ്യണം. എന്റെ അമ്മോ, ഒരുപക്ഷെ അവൻ ഹെലികോപ്റ്ററിലെങ്ങാനും പോയാലോ? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം എല്ലാം കഴിഞ്ഞ പോലെയാണ്. അതേ പത്തില് വെറും എന്റെ ബുദ്ധി വർക്കില്ലെന്ന് നിനക്കറിയില്ലേ? എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ആലോചിക്കേ. ഐഡിയ.
ഡോക്ടർ ജഡ്ക, നിങ്ങൾക്ക് ഈ മോട്ടോർ ബോട്ടിനെ ഹെലികോപ്റ്ററിന്റെ പുറകിൽ പോകുന്നത് പോലെ ആക്കി മാറ്റാൻ കഴിയുമോ? ഒരു പ്രശ്നമില്ല എന്റെ ചങ്കേന്റെ ബ്രോ. നമുക്ക് ഹെലികോപ്റ്ററെ ഈ ബോട്ടിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് രാത്രി മുഴുവൻ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡെവിൾസ് ഹാർട്ടിന്റെ മാപ്പ് എന്റെ കയ്യിലാണിപ്പോ. ഗൊറില്ല ഐലൻഡ് അല്ലേ? ഇതെനിക്കറിയാമല്ലോ മിസ്റ്റർ ബൾക്ക്. നാളെ കാലത്ത് നമ്മൾ ഡെവിൾസ് ഹാർട്ട് നോക്കാനായിട്ട് പോകും. നാളെ ഫുൾ മൂൺ രാത്രിയാണ്. നമ്മൾക്ക് അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്താലും ഡെവിൾസ് ഹാർട്ട് എടുത്തേ പറ്റൂ. ഇനി മുതൽ ഡെവിൾസ് ഹാർട്ട് എന്റേതായിരിക്കും. എന്റേത്. എന്റെ ചങ്കേന്റെ ബ്രോ, നമ്മുടെ പണി തീർന്നേ. ഇറ്റ്സ് ഓവർ. അതെ എന്റെ വലിയേട്ടാ, ഒച്ച വെച്ച് സംസാരിക്കാതെ. ഗൊറില്ല ഇപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. അതും ഡെവിൽ ആർട്സിനെ തെരഞ്ഞാണ് പോകുന്നത്. ഡോക്ടർ ജഡ്ക, ഇപ്പൊ എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. വേഗം മോട്ടോർ ബോട്ട് സ്റ്റാർട്ട് ചെയ്യേ പ്ലീസ്. ഇപ്പൊ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തേക്കാം. ലെറ്റ്സ് ഗോ. അവന്മാരെ മോട്ടോർ ബോട്ടിലുണ്ട്. അവന്മാരെ എത്രയും പെട്ടെന്ന് പിടിക്കൂ. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഗാർഡ്സ് പുറകെ തന്നെ വരുന്നുണ്ട്. എന്റെ മാജിക് ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാൻ. കണ്ടോളൂ. ഇതൊക്കെ നടക്കുവോ? ആർക്കും ചേട്ടാ, ഡോക്ടർ ജഡ്ക നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നടക്കും. പെട്ടെന്ന് വാ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ പറയുന്ന അത്ര സമയമില്ല. നമ്മളിവിടെ ഇറങ്ങേണ്ടത്. വരൂ പോവാം. പൊളിച്ചെടുത്തല്ല. വരൂ വരൂ, പെട്ടെന്ന് ചെല്ല്. ആർക്കോ ചേട്ടാ, ഇനി കൂടുതൽ ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് നിങ്ങളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ ഈ ബോട്ടിന്റെ അടുത്ത് തന്നെ നിൽക്കൂ. ഞങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യൂ. ശരി മോട്ടു പത്ലു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. പത്ലു, അത് കണ്ടില്ലേ? അവരേത് വഴി കൂടെ പോവുകയാണ്. വേഗം വരൂ. എന്തായത്?
അയ്യോ എന്റെ ആരെങ്കിലും രക്ഷിക്കണേ. അയ്യോ പൊളിച്ചെടുത്തല്ലോ. ഈ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം നമ്മൾ ഇനി ഒരിക്കലും തിരിച്ചു പോയില്ലാന്ന്. മമ്മി രക്ഷിക്കണേ. ഇതെന്തുവാ സ്ഥലം? ഹൈലി ഡേഞ്ചർ. മോട്ടുവും ഞാനും മുമ്പിൽ പോവാം. നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യൂ. വരൂ മോട്ടു. പോകാം. മോട്ടു കലക്കി. ഞാനെങ്ങനെ പോകും? അല്ല, നിങ്ങൾ എന്താ അവിടെ നിന്ന് കാഴ്ച കാണുവാണോ? വരൂ, വേഗം വരൂ. ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങള് വന്നാലേ ഈ ലാബയിൽ ഞങ്ങളെ മുങ്ങി കരിഞ്ഞു പോവും. എന്റെ അമ്മ മോട്ടു, നീ പത്ലൂണൊരു ഐഡിയ കൊടുത്തില്ലേ? അതുപോലെ ഞങ്ങൾക്കൊരു ഐഡിയ തന്നേ. ഐഡിയ കേൾക്കൂ. അവിടെ തോന്നുന്ന സാധനമില്ലേ, അതിൽ നിന്ന് ഒന്നിൽ പിടിച്ച് ഒന്നിലേക്ക് മാറി മാറി വന്നോളൂ. വേഗം ഇവിടെ എത്താം. പൊളിച്ചെടുത്തല്ലോ. മമ്മി രക്ഷിക്കണേ, എനിക്ക് പേടിയാവുന്നു. രക്ഷിക്കണേ മമ്മി, ഡാഡി, ആട്ടി. മതി മതി, നിർത്ത്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. അവസാനത്തെ കടമ്പയാണ്. എല്ലാവരും ഒന്ന് മാറിലേക്ക്. നമ്മളെങ്ങനെയോ ഇങ്ങോട്ട് എത്തി ബോസ്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വാ. പത്തുലു, എന്താണ് ഈ സ്ഥലമൊക്കെ ഇങ്ങനെ പുക നിറഞ്ഞിരിക്കുന്നത്? എനിക്ക് മുന്നിലുള്ളതൊന്നും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ എവിടെയാണ്? രക്ഷിക്കണേ. ഭയങ്കര ആളുകളൊക്കെയാ. നമുക്ക് തിരിച്ചു പോകാം. എനിക്ക് പേടിയാ. മോട്ടു, നീ ഒന്ന് നിൽക്ക്. ഇങ്ങോട്ട് നോക്ക്. അവരൊക്കെ ഇത് ചാടിക്കടന്നാ പോയിരിക്കുന്നേ. നമുക്കും വേഗം അങ്ങോട്ട് പോകണം. വരൂ. പക്ഷെ നമ്മൾക്ക് അവരെ പോലൊന്ന് ലോങ് ജമ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ. പത്തുലു, വേറും വെയിറ്റിൽ എന്റെ ബുദ്ധി വർക്ക് ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? എന്തെങ്കിലും പെട്ടെന്ന് ആലോചിക്ക്. ഐഡിയ പിടിച്ചോ മോട്ടു. ഇനി ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇനി നോക്കിക്കോ എങ്ങനെ എല്ലാവരും ഓരോന്ന് പിടിച്ചോ. Come on, be strong. മോട്ടു, വല്യേട്ടാ. മോട്ടു. ഇവിടെ എത്തിയോ? ഈ പ്രാവശ്യവന്മാരെ വെറുതെ വിടില്ല ഞാൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.